പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്ക് തന്നെ ആമേൻ. ഇന്ന് ഫെബ്രുവരി 27 വെള്ളി. റോമാലേഖനം 1-ാം 21 വാക്യം. അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്നോർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്നു. അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. വലിയ നോമ്പിൻ്റെ ഈ 12-ാം ദിവസത്തിൽ ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ദൈവത്തെ അറിയുക മാത്രം മതിയല്ല, അവനെ ദൈവമായി മഹത്വപ്പെടുത്തുകയും സ്തുതിക്കുകയും ചെയ്യണമെന്നതാണ്. മനുഷ്യൻ്റെ ആത്മീയ വീഴ്ച പെട്ടെന്നുള്ള വലിയ പാപങ്ങളിലൂടെയല്ല, ദൈവത്തെ മഹത്വപ്പെടുത്താതെയുള്ള ചെറിയ അവഗണനയിലൂടെ തന്നെയാണ് ആരംഭിക്കുന്നത്. ദൈവം നമുക്ക് അനുഗ്രഹങ്ങളെ നൽകുമ്പോൾ, നന്ദി പറയാതെ ഇരിക്കുമ്പോഴും, വിജയങ്ങൾ കൈവരിക്കുമ്പോൾ ദൈവത്തിന് മഹത്വം കൊടുക്കാതെ ഇരിക്കുകയും ചെയ്യുമ്പോഴും, പ്രാർത്ഥനയിൽ അലസത വരുമ്പോഴും നമ്മുടെ ഹൃദയത്തിൽ ആത്മീയ ഇരുട്ടിൻ്റെ വിത്തുകൾ വിതയ്ക്കപ്പെടുന്നു. ദൈവത്തെ മഹത്വപ്പെടുത്താത്ത ഒരു ചെറിയ അവഗണന പോലും ഹൃദയത്തെ ഇരുണ്ടതാക്കാൻ മതിയാകുന്നു. നോമ്പ് ഹൃദയത്തിൽ ദൈവത്തിൻ്റെ മഹത്വം തിരിച്ചറിയുന്ന ഒരു ആത്മീയ പരിശീലനമാണ്. ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്നത് ഓരോ അനുഗ്രഹത്തിനും പിന്നിൽ ദൈവത്തിൻ്റെ കൈയാണെന്ന് തിരിച്ചറിയുകയും നന്ദിയോടെ ആ സന്നിധിയിലേക്ക് എത്തുകയും ചെയ്യുന്നതാണ്. അത് ഞാൻ ചെയ്തു എന്ന അഭിമാനത്തിൽ നിന്ന് ദൈവത്തിൻ്റെ കൃപയാൽ അത് നിറവേറി എന്ന സാക്ഷ്യത്തിലേക്ക് മാറുന്നതാണ് ഒരു വിശ്വാസിയുടെ ജീവിതത്തെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. അതുപോലെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ദൈവത്തെ കേന്ദ്രസ്ഥാനത്ത് സ്ഥാപിക്കുന്നതും ആണ്. വചനം പറയുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്താതെ ഇരിക്കുമ്പോൾ മനുഷ്യന്റെ ചിന്തകൾ വ്യർത്ഥമാകുന്നു, ഹൃദയം ഇരുണ്ടുപോകുന്നു. ഇന്ന് ലോകത്തിൽ അറിവും സാങ്കേതിക വിദ്യയും വളർന്നിട്ടും മനുഷ്യഹൃദയം സമാധാനം കണ്ടെത്താത്തതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ദൈവത്തെ അറിയുന്നുവെങ്കിലും അവനെ മഹത്വപ്പെടുത്താത്തതാകുന്നു. വിശ്വാസത്തിൻ്റെ ഭാഷയുണ്ടെങ്കിലും നന്ദിയുടെ ഹൃദയമില്ലെങ്കിൽ ആത്മീയ ജീവിതം വെറും രൂപമായിട്ട് മാത്രം മാറുന്നു. വലിയ നോമ്പും നമ്മെ പഠിപ്പിക്കുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ സിംഹാസനം വീണ്ടും ദൈവത്തിന് കൈമാറുക എന്നതാണ്. പലപ്പോഴും സ്വാർത്ഥതയും അഹങ്കാരവും ഗർവമൊക്കെ ദൈവത്തിൻ്റെ സ്ഥാനത്ത് ഇരിക്കുകയാണ്. നോമ്പ് ഈ വക ദുഷ്ടതകളെല്ലാം താഴെ ഇറക്കി ദൈവത്തെ ഉയർത്തി ആ സിംഹാസനത്തിലേക്ക് വീണ്ടും ഇരുത്തുന്ന ഒരു പ്രക്രിയയാകും. വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ടാൽ വിളക്കുണ്ടെങ്കിലും പ്രകാശമില്ലാത്തതുപോലെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ബന്ധം നഷ്ടപ്പെട്ടാൽ വിശ്വാസ ജീവിതം ഉള്ളതുപോലെ തോന്നിച്ചാലും അതിൽ ആത്മീയ പ്രകാശം ഉണ്ടാകുകയില്ല എന്ന യാഥാർത്ഥ്യം നാം തിരിച്ചറിയേണ്ടതുണ്ട്. ദൈവത്തെ സകലത്തിലും മഹത്വപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ ദിവസത്തിൽ നാം ഓരോരുത്തരും സ്വയം പരിശോധിക്കണം. നമ്മുടെ വിജയങ്ങളിൽ ദൈവത്തിൻ്റെ പങ്ക് സമ്മതിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? നമ്മുടെ പ്രാർത്ഥനകൾ അപേക്ഷകളാൽ മാത്രം നിറഞ്ഞതോ അതോ നന്ദിയാൽ നിറഞ്ഞതോ? ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ജീവിതം ആത്മീയ പ്രകാശത്തിലേക്ക് നയിക്കുന്നു. നന്ദിയുള്ള ഹൃദയം ഒരിക്കലും ഇരുണ്ടു പോവുകയില്ലല്ലോ. ഇന്ന് നാം ഒരു തീരുമാനമെടുക്കണം. നമ്മുടെ വാക്കുകളും ചിന്തകളും പ്രവൃത്തികളുമെല്ലാം ദൈവമഹത്വത്തിനായി മാത്രം ആയിരിക്കും. പ്രാർത്ഥിക്കാം. കരുണാനിധിയായ കർത്താവേ, നിന്നെ അറിയുന്നവരായി മാത്രമല്ല, നിന്നെ മഹത്വപ്പെടുത്തുന്നവരായി ഞങ്ങളെ മാറ്റണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ നിന്നെ മറക്കുന്ന എല്ലാ അഹങ്കാരവും സ്വാർത്ഥതയും ഞങ്ങളിൽ നിന്ന് നീക്കിക്കളയണമേ. ഞങ്ങളുടെ വിജയങ്ങളിലും അനുഗ്രഹങ്ങളിലും നിന്റെ കൈ കാണുന്ന നന്ദിയുള്ള ഹൃദയം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ ചിന്തകൾ വ്യർത്ഥമാകാതെ, ഹൃദയം ഇരുണ്ടുപോകാതെ നിന്റെ മഹത്വത്തിൽ
ആയിരിക്കുവാൻ ഇടയാക്കണമേ. വലിയ നോമ്പിൻ്റെ ഈ ദിനത്തിൽ ഞങ്ങളുടെ ഈ ജീവിതം മുഴുവനും നിന്റെ മഹത്വത്തിനായി സമർപ്പിക്കുന്നു. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ.